കഴിഞ്ഞ 15 ദിവസമായി കേരള സർവകലാശാലയുടെ താൽക്കാലിക VC RSSന്റെ പൊന്നോമന പുത്രൻ പ്രിയപ്പെട്ട മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടേയില്ല. ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുന്നത്, SFI സമരം നടത്തുന്നത് അടിസ്ഥാനപരമായ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ്. RSSന്റെ പൊന്നോമന പുത്രൻ പ്രിയപ്പെട്ട കേരള സർവകലാശാലയുടെ VC, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുടെ കേന്ദ്രം മിസ്റ്റർ മോഹനൻ കുന്നുമ്മലിനോട് 15 ചോദ്യങ്ങൾ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI ചോദിക്കുകയാണ്. RSSന്റെ സ്വന്തം മോഹനൻ കുന്നുമ്മലെ ഈ സർവകലാശാലയുടെ VC ആയിരിക്കുമ്പോൾ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങേക്ക് ബാധ്യതയുണ്ട്. ആ ചോദ്യങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ SFIക്കാർ അങ്ങയോട് ചോദിക്കുകയാണ്. മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ, ക്വസ്റ്റ്യൻ നമ്പർ 1, 2022 കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ആയി ഗവർണർ പ്രത്യേകമായി അങ്ങേ ചുമതലപ്പെടുത്തിയ ശേഷം എത്ര ദിവസങ്ങളാണ് അങ്ങ് ഈ കേരള സർവകലാശാലയുടെ കവാടം കടന്ന് കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 2, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ അങ്ങ് ഈ VC ആയി ചുമതല ഏറ്റെടുത്ത ശേഷം എത്ര സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ സർവകലാശാലയ്ക്കകത്ത് വിളിച്ചു ചേർക്കാൻ അങ്ങ് തയ്യാറായിട്ടുണ്ട്? സ്റ്റാറ്റ്യൂട്ടിലെ വാചകം ഉദ്ധരിച്ച് 60 ദിവസം തികയുമ്പോൾ മാത്രം നടക്കുന്ന ഒരു ആചാരമായി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗങ്ങളെ അധപ്പതിപ്പിച്ചത് താങ്കളല്ലേ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവിധ വിദ്യാർത്ഥി വിഷയങ്ങൾ അങ്ങ് 2022 ചുമതലയേറ്റ ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഈ കേരള സർവകലാശാലയിലെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്താൻ ഇത്രയും നാളങ്ങത്തെ VCയുടെ കാലയളവിൽ അങ്ങ് തയ്യാറായിട്ടുണ്ടോ എന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ ഇന്നങ്ങയുടെ മേശപ്പുറത്ത് ദാ നോക്കൂ, ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുമ്പോൾ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ പഠിച്ച 2500ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ഭാവിയെ ബാധിക്കുന്ന അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ അങ്ങയുടെ മേശപ്പുറത്ത് അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാതെ വിദ്യാർത്ഥികളുടെ ഭാവി അങ്ങ് അവതാളത്തിലാക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് SFIക്ക് വേണ്ടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ, ക്വസ്റ്റ്യൻ നമ്പർ 5, 250ഓളം വരുന്ന DDFS ഫയലുകൾ അങ്ങയുടെ മേശപ്പുറത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ആ ഫയലുകളെല്ലാം കെട്ടിപ്പൂട്ടി മുക്കി വെച്ചിരിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്ന് മോഹനൻ കുന്നുമ്മലെ നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് അത്യന്താപേക്ഷിതമായ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ സമർപ്പിച്ച വിവിധങ്ങളായ അപേക്ഷകൾ തുടർ നടപടികൾ സ്വീകരിക്കാതെ അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് SFIക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, 2000-ലധികം റിസർച്ച് വിദ്യാർത്ഥികളുള്ള ഈ കേരള സർവകലാശാലയിൽ PhD ഡോക്ടറേറ്റ് ഇല്ലാത്ത, PhD ഡോക്ടറേറ്റ് ഡിഗ്രി ഇല്ലാത്ത അങ്ങയ്ക്ക് എങ്ങനെയാണ് VC ആയി ആത്മാഭിമാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത് എന്ന് SFIക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. PhD സ്കോളർമാർക്ക് നേതൃത്വം കൊടുക്കേണ്ട അങ്ങയ്ക്ക് PhD ഡോക്ടറേറ്റ് ഇല്ല എന്ന വസ്തുത അങ്ങയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഗവേഷണ വിദ്യാർത്ഥികളുടെ റിസർച്ച് തീസിസ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇവാലുവേഷൻ എക്സ്പെർട്ട് പാനലിലേക്ക് കൃത്യമായ ഫയലുകൾ തീർപ്പാക്കാതെ അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുകയാണ്. ഗവേഷണത്തെ, സ്വതന്ത്രമായ ഗവേഷണ ചിന്താഗതികളെ കെട്ടിപ്പൂട്ടി വെക്കുന്ന RSSന്റെ നയത്തെ അങ്ങ് RSSന് വേണ്ടി ഈ സർവകലാശാലയിൽ നടപ്പിലാക്കുമ്പോൾ ഗവേഷകരോട് അങ്ങക്ക് എന്തുത്തരമാണ് ഈ സർവകലാശാലയിൽ പറയാനുള്ളത്?
ക്വസ്റ്റ്യൻ നമ്പർ 9, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയുടെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പദ്ധതികളിൽ സർവകലാശാലയ്ക്ക് അനുവദിച്ച് ലഭിച്ചിട്ടുള്ള പണം, ആ പണത്തിന് ആവശ്യമായ പ്രോജക്റ്റുകൾ അങ്ങയും അങ്ങയുടെ ഓഫീസിൽ നിന്നും തയ്യാറാക്കി കൊടുക്കാതെ മുടങ്ങിക്കിടക്കുന്നതിന് എന്തുത്തരമാണ് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് അങ്ങയ്ക്ക് പറയാനുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 10, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ കൃത്യമായ അധ്യാപന നിയമനമടക്കമുള്ള കാര്യങ്ങൾ നടത്താതെ കാര്യവട്ടം ക്യാമ്പസ് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട അക്കാഡമിക് സംവിധാനമാണ്, യൂണിവേഴ്സിറ്റി സെന്ററാണ്. ആ സെന്ററിലെ അക്കാഡമിക്കേതര പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ നശിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ എന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 11, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയുടെ ഒരു പഠന വിഭാഗത്തിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായി സംഘടിപ്പിക്കേണ്ട സെമിനാറുകൾ സംഘടിപ്പിക്കാതെ, അതിന് അനുമതി കൊടുക്കാതെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ താങ്കൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാൻ SFI ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയുടെ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്ന ഭരണനിർവഹണത്തെ സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുപ്പിച്ചിരിക്കുന്ന കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും അതോടൊപ്പം തന്നെ ആക്ടും നിരന്തരം ലംഘിച്ച് നിയമപരമല്ലാത്ത തീരുമാനങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ സർവകലാശാലയിൽ കൈക്കൊള്ളുന്നത് ഞങ്ങൾ ചോദിക്കുകയാണ്. സർവകലാശാലയിലേക്ക് വരുമ്പോ മിനിമം നിങ്ങൾ വായിച്ചു നോക്കേണ്ടിയിരുന്നത് ഈ സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടുമായിരുന്നില്ലേ, സ്റ്റാറ്റ്യൂട്ടും ആക്ടുമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മനുസ്മൃതിയും RSSന്റെ വിചാരധാരയും വായിക്കാൻ അങ്ങ് കണ്ടെത്തുന്ന സമയം കേരള സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും വായിക്കാൻ എന്താണ് അങ്ങ് കണ്ടെത്താത്തത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആക്ട് 12.1, സ്റ്റാറ്റ്യൂട്ട് 15, സ്റ്റാറ്റ്യൂട്ട് 23 എന്നീ വകുപ്പുകൾ പ്രകാരം രജിസ്ട്രാറെ നിയമിക്കുന്നതിനോ രജിസ്ട്രാറുടെ പകരം ചുമതല കൊടുക്കുന്നതിനോ രജിസ്ട്രാറുടെ നിയമന അതോറിറ്റിയായ സിൻഡിക്കേറ്റിന് മാത്രമാണ് അധികാരം നിഷ്കർഷിച്ചിരിക്കുന്നത്. ആ അധികാരത്തിൽ കൈകടത്തി തനിക്കില്ലാത്ത അധികാരം പ്രയോജനപ്പെടുത്തി സ്റ്റാറ്റ്യൂട്ടും ആക്ട് ലംഘിച്ച വൈസ് ചാൻസലർക്ക് എങ്ങനെയാണ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തുടരാൻ അവകാശം ലഭിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14, സർവകലാശാല ഭരണത്തെ കേരളത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള, പഴക്കമുള്ള, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ശ്രേഷ്ഠ സമ്പന്നന്മാരായ വൈസ് ചാൻസലർമാർ കയ്യാളിയിരുന്ന, ഏറ്റവും പ്രഗത്ഭമതികളായ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ച ഈ കേരള സർവകലാശാലയെ തകർക്കാൻ ആരുടെ അച്ചാരപ്പണം വാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ കസേരയിൽ കയറി ഇരിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15, താങ്കൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത്, മിസ്റ്റർ മോഹനൻ കുന്നുമ്മലെ നിങ്ങൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ടോ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ, അതോ RSSന് വേണ്ടിയിട്ടോ എന്ന് മോഹനൻ കുന്നുമ്മലെ താങ്കൾ ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ, ജനാധിപത്യവാദികളായ വിദ്യാർത്ഥികളെ താങ്കൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാര്യത്തിൽ കൂടി മറുപടി പറഞ്ഞ് ഈ പ്രതിഷേധവും പരസ്യ വിചാരണയും അവസാനിപ്പിക്കുക. ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ മോഹനൻ കുന്നുമ്മൽ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ പോലും ഭയപ്പെടുന്ന പേടിത്തൊണ്ടനായ ഈ കേരളത്തിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ പോലും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത യഥാർത്ഥ വർഗീയവാദി, ധൈര്യമില്ലാത്തവനും ഒളിച്ചോടുന്നവനുമാണെന്ന് തെളിയിക്കുന്ന മോഹനൻ കുന്നുമ്മല് ഈ സർവകലാശാലയ്ക്ക് അപമാനമാണെന്നും അങ്ങ് സ്വയമൊരവാസി കഥാപാത്രമായി കേരളത്തിൽ മാറിയിട്ടുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ ഗതികെട്ട ജന്മമായി പോയല്ലോ എന്റേത് എന്ന് സ്വയമൊന്ന് ആത്മവിശ്വാസം കൊണ്ട് ഈ കസേരയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി വിദ്യാർത്ഥികളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഈ 15 ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തന്നെ ഞങ്ങൾ ഏതാണ്ട് 15 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നു. കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഉള്ളതെന്നാണ്. വളരെ നിസ്സാരമായ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. ബഹുമാനപ്പെട്ട 10 മിനിറ്റ് പ്രതിപക്ഷ നേതാവേ, അങ്ങനെ 10 മിനിറ്റിൽ തീരുന്ന പ്രശ്നങ്ങളല്ല ഞങ്ങൾ വിദ്യാർത്ഥികൾ ഈ സർവകലാശാലകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റ് പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങനെ അടുത്ത തവണ ശാഖയിൽ പോകുമ്പോൾ
പ്രിയപ്പെട്ട മോഹനൻ കുന്നുമലിനോട് പറയണം, സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറെ വിഷയങ്ങൾ ഉന്നയിച്ച് അവിടെ സമരം ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങ് പോയി ആ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവണം എന്ന് വൈസ് ചാൻസലറോട് അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും. കാരണം നിങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമായതുകൊണ്ടും നിങ്ങളുടെ ആശയ തത്വ സംഹിത ഒന്നായതുകൊണ്ടും ഏതായാലും VD സതീശൻ ബഹുമാനപ്പെട്ട 10 മിനിറ്റ് പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ സ്വീകരിക്കാൻ VC തയ്യാറായേക്കാം. അങ്ങ് പ്രിയപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ അടിസ്ഥാന വിഷയങ്ങൾ VC കാരണം കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സമരം ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ കൂടി തയ്യാറാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്നപ്പോ അവിടെയും ഇവിടെയും കുറച്ച് KSUക്കാർ നിൽക്കുന്ന കണ്ടപ്പോ എന്റെ കണ്ണ് സത്യത്തിൽ നിറഞ്ഞു. കാരണം ഈ സർവകലാശാലയിൽ സമരം ചെയ്യാൻ KSUക്കാർ എത്തി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഏതോ വഴിക്ക് പോയ വഴി ഇവിടെ ചായ കുടിക്കാൻ കയറിയതായിരുന്നു KSUക്കാർ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. ഇതുവഴി പോകുമ്പോ KSUവിന്റെ ഒരു കൊടിയെങ്കിലും താഴെ വീണ് കിടക്കുമായിരിക്കും എന്ന് ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു പോയി. അങ്ങനെ താഴെ ഒരു കൊടി പോലും ഇടാതെയാണ് ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും സമരം ചെയ്യാതെ പ്രിയപ്പെട്ട KSUക്കാർ ഇവിടെ നിന്ന് ഒളിച്ചു നടക്കുന്നത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഞങ്ങളുടെ അലോഷ്യസ് സേവ്യർ ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് SFI ഫ്രീസറിലാണെന്നാണ്. അലോഷ്യസ് സേവ്യറിന് മറുപടി പറയാനൊന്നും ഈ വിലപ്പെട്ട സമയം ഞാൻ എടുക്കുന്നതില്ല. പക്ഷേ ഒരു കാര്യം പ്രിയപ്പെട്ട KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോട് ഞങ്ങൾ പറയാം, SFI ഫ്രീസറിലാണെന്ന് നിങ്ങൾ കളിയാക്കിക്കും. SFI ഫ്രീസറിലിരുന്നാൽ SFI ഇനി എത്ര കൊടും മഞ്ഞ് പെയ്യുന്ന ശൈത്യഭൂഖണ്ഡങ്ങളിൽ SFI ഇരുന്നാലും വിദ്യാർത്ഥി വിരുദ്ധമായ ഏതെങ്കിലും ഒരു നിലപാട്, ഏതെങ്കിലും ഒരു ഭരണകൂടം, ഏതെങ്കിലും ഒരു വർഗീയവാദി, ഏതെങ്കിലും ഒരു സ്വേച്ഛാധിപതി ഈ കേരളത്തിലോ രാജ്യത്തോ സ്വീകരിച്ചാൽ ഇനി എത്ര തണുത്തുറഞ്ഞ ഭൂഖണ്ഡത്തിലാണ് ഒരു SFIക്കാരൻ ഇരിക്കുന്നതെങ്കിലും അവന്റെ ചോര തിളച്ച് മുട്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അവൻ ഈ തെരുവോരത്തേക്ക് വരും. ആ സമരമാണ് അലോഷ്യസ് സേവ്യർ ചേട്ടാ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ കാണുന്നത്. ഈ കൊടും വെയിലത്തും ഈ കത്തിക്കാളുന്ന സൂര്യന് താഴെയും വർഗീയവാദികൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്ന ഈ കേരളത്തിലെ ഭീകരമായ അന്തരീക്ഷത്തിലും KSUവിന്റെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ അലോഷ്യസ് സേവ്യർ ചേട്ടാ അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ് എന്ന് KSUക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ കത്തിക്കാളുന്ന വർഗീയതയുടെ വെയിലത്തും KSUക്കാരന് രാഷ്ട്രീയം പറയാൻ, സംഘപരിവാരത്തെ തുറന്നു കാണിക്കാൻ, വർഗീയതക്കെതിരായി ഒന്ന് ശബ്ദമുയർത്താൻ ഒരു മൂളൽ കൊണ്ടെങ്കിലും ഒരു പരിദേവനം പോലെങ്കിലും ഈ വർഗീയതക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ അലോഷ്യസ് സേവ്യറിനും കൂട്ടാളികൾക്കും ആവുന്നില്ലെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ്, അല്ലെങ്കിൽ VD സതീശൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് RSS കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ RSSകാർ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ മൂക്കുകയറിട്ട് പിടിച്ച് ഇന്ദിരാഭവനിൽ കെട്ടിയിട്ടിരിക്കാൻ. ഇതിലേതാണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? ജനിതക മാറ്റമാണോ അതോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിടിച്ച് കെട്ടിപ്പൂട്ടിയിട്ടതാണോ എന്ന് പറയേണ്ടവർ നിങ്ങളാണ്. പ്രിയപ്പെട്ട ഞങ്ങളെ KSUവിനോട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഉപദേശിക്കാനൊന്നും ഞങ്ങൾ ആളെങ്കില്ലെങ്കിൽ പോലും ചരിത്രം പഠിക്കുന്ന, ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഒരൊറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ സമരങ്ങളെ ഒന്നും ഉദാഹരിക്കേണ്ട. നിങ്ങൾ ആ പാവം പിടിച്ച പഴയ നിങ്ങളുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ തയ്യാറാവണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ തയ്യാറായാൽ വർഗീയതക്കെതിരെയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഒന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയില്ല. ജവഹർലാൽ നെഹ്റുവിനെ എങ്കിലും വായിക്കാൻ, പഠിക്കാൻ കേരളത്തിലെ KSUക്കാരും കോൺഗ്രസുകാരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട 15 വിഷയങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരും ഞങ്ങൾ ഈ ചോദ്യങ്ങളുടെ കോപ്പി കൈമാറുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഞങ്ങൾ സൂചിപ്പിച്ചു. ദയവ് ചെയ്ത് റിപ്പോർട്ടർമാർ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. കേരളത്തിലെ ചില മാധ്യമ മുതലാളിമാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആർജവത്തോടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ VCയോട്, നിങ്ങൾക്ക് എല്ലാ ജില്ലയിലും യൂണിറ്റുകളുണ്ട്, മോഹനൻ കുന്നുമലിനെ നിങ്ങൾക്ക് ലഭിക്കും. നീ ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞാൽ മോഹനൻ കുന്നുമലിനെ കണക്ട് ചെയ്ത് തരും. അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് SFIക്കാരായ വിദ്യാർത്ഥികൾ അങ്ങയോട് ഇങ്ങനെ 15 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു, ഇതിലേതെങ്കിലും ഒന്നിന് അങ്ങക്ക് ഉത്തരമുണ്ടോ, ഉത്തരം പറയാൻ SFIക്കാരുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് മോഹനൻ കുന്നുമലിനോട്, RSSകാരോട്, സംഘപരിവാരകാരോട് ചോദിക്കാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ
ഉശിരോടായ പ്രവർത്തനം നിർവഹിക്കുന്നവരാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖത്തേക്കൊന്നു, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, എന്നാൽ ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് നിൽക്കുന്ന എൻ്റെ സഖാക്കളുടെ മുഖത്തേക്ക് ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ ആയുധങ്ങളുണ്ട്? ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകായുധങ്ങളുണ്ട്? ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് ഈ കൊടിയാണ്. ഈ കൊടി ഞങ്ങൾക്ക് ആവേശമാണ്. ആയിരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പതാകയാണ് ഈ പതാക. ആ പതാക കെട്ടാൻ വേണ്ടി ഒരു കമ്പ് ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ആയുധങ്ങളുമായിട്ടാണോ ഞങ്ങളോട് നിൽക്കുന്നത്? ഞങ്ങൾ കേരള സർവകലാശാല പടിക്കെട്ടിൽ നിന്ന് വളരെ ജനാധിപത്യപരമായി 15 ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ആരോടാണ് ചോദിച്ചിരിക്കുന്നത്? വൈസ് ചാൻസലറോടാണ് ചോദിച്ചിരിക്കുന്നത്. മറുപടി പറയാൻ അദ്ദേഹത്തിന് ധൈര്യം വേണ്ടേ? ഞങ്ങൾ അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിക്കുന്നു. ഈ ഉന്നയിക്കപ്പെട്ട 15 വിഷയങ്ങൾ, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിദ്യാർത്ഥി വിരുദ്ധ വിഷയങ്ങൾ ഞങ്ങൾ സംവാദത്തിന് ക്ഷണിക്കുന്നു. SFIക്കാരന്റെ മുദ്രാവാക്യം വിളി കേട്ടാൽ, SFIക്കാരന്റെ ശക്തിമത്തായ ഒരു പ്രകടനം കണ്ടാൽ പേടിച്ചു പോകുന്ന ആളാണ് വൈസ് ചാൻസലറെങ്കിൽ പിന്നെ ഈ പണിക്ക് അദ്ദേഹം നിന്നിട്ട് വല്ല കാര്യമുണ്ട്? അദ്ദേഹം വല്ല കാര്യമുണ്ട് ഈ പണിക്ക് നിന്നിട്ട്? വൈസ് ചാൻസലർ ആകുമ്പോൾ സ്വാഭാവികമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ കാണേണ്ടി വരും. അങ്ങനെ കാണേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് പേടിച്ചോടിയാണോ ചെയ്യേണ്ടത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ണാടിയിൽ അദ്ദേഹം നോക്കേണ്ട സമയം അതിക്രമിച്ചു. കണ്ണാടിയിൽ നോക്കിയിട്ട് അദ്ദേഹം പറയണം, ഇങ്ങനെ ഒരു ഗതികെട്ട ജന്മമായി പോയല്ലോ എൻ്റേത്, ഞാൻ എന്തിനീ RSSന്റെ കത്തിക്ക് കീഴിൽ പോയി തലവെച്ച് കൊടുത്തു എന്ന് അദ്ദേഹം സ്വയം പരിദേവിക്കേണ്ട കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഒരാളും അദ്ദേഹത്തെ ആക്രമിക്കാൻ നിൽക്കും. പക്ഷേ ജനാധിപത്യപരമായ വിദ്യാർത്ഥി നിലപാട് സ്വീകരിച്ചു പോകുന്ന അദ്ദേഹത്തിനെതിരായി ജനാധിപത്യപരമായ അതിശക്തമായ സമരം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അദ്ദേഹത്തെ കാണുന്നിടങ്ങളിലെല്ലാം ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ശ്രമം നടത്തും. ആ സമരം അതിശക്തമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ, തെരുവോരങ്ങളിൽ നടത്തും. എത്ര നാൾ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും? കേരളത്തിലെ വിവിധ പൊന്തക്കാടുകളിലും വീടുകളിലും ഫ്ലാറ്റുകളിലും എത്ര നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും? അങ്ങനെ ഒളിച്ചിരുന്നാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് വരട്ടെ. ഇപ്പോഴാണല്ലോ സമരം വന്നത്. ഞാൻ ആദ്യത്തെ ചോദ്യം അതാണ്. വൈസ് ചാൻസലറായി 2022 വന്ന ശേഷം എത്ര ദിവസം സർവകലാശാല വന്നു? എത്ര ദിവസം സമരം ഉണ്ടായിരുന്നു? സമരം വിദ്യാർത്ഥി വിഷയങ്ങൾ വരുമ്പോഴാണ് ഉന്നയിക്കപ്പെടുക. അല്ലാത്ത അദ്ദേഹത്തിന് എന്താ വരാൻ സമയമില്ലാത്തത്? RSS കത്ത് കൊടുത്താൽ അദ്ദേഹം, വിദ്യാർത്ഥികൾ കത്ത് കൊടുത്താൽ വരില്ല. അപ്പൊ നിങ്ങളിനി ചോദിക്കണം, ഇനി കാണുമ്പോൾ ചോദിക്കണം, ഈ വിഷയങ്ങൾ അങ്ങേക്ക് എന്താണ് മറുപടി? നിങ്ങളുടെ മുന്നിലുള്ള ബൈറ്റുകളെല്ലാം ഇല്ലേ? ആക്രമിക്കാനാണെങ്കിൽ ഈ കേരളത്തിനകത്ത് അങ്ങനെയൊക്കെ നിങ്ങളുടെ കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ഈ പടിക്കെട്ടിൽ വന്ന് ജനാധിപത്യപരമായി ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും ജനാധിപത്യപരമായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ? ഈ ചോദിച്ച വിഷയങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ കേരള സർവകലാശാല വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളെയും ഈ കേരള സർവകലാശാലയെ കീഴ്പഠിക്കുന്ന അനേകായിരം വരുന്ന വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളാണ് മാഡം സാർ ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. അവരുടെ വിഷയങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദം ഉയർത്തുന്നത്. അവരുടെ ശബ്ദമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അവരുടെ സമരവീര്യമാണ് നിങ്ങൾ ഈ ക്യാമ്പസുകളിൽ, ഈ യൂണിവേഴ്സിറ്റിയിൽ കാണുന്നത്. ആ സമരം അതിശക്തമായിട്ടുള്ളൂ. സമരത്തെ പേടിച്ച് മാളത്തിൽ ഒളിച്ചാൽ ആ മാളത്തിലിരുന്ന് എത്ര നാൾക്ക് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടത് അദ്ദേഹമാണ്.